അപ്പോൾ ഇന്ന് എൻ്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് 3-ലെ EVS-ലെ രുചിയോടെ കരുത്തോടെ വിത്ത് ടേസ്റ്റ് വിത്ത് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എൻ്റെ മക്കളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങളാണ് മിസ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അതായത് എൻ്റെ മക്കളുടെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ, നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടോ, പച്ചക്കറിത്തോട്ടം ഉണ്ടോ? മിസ്സൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മിസ് സ്കൂളിലോട്ട് പോകുമ്പോൾ അവിടെ വലിയ ഒരു പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറിയൊക്കെ വെച്ച് ഞങ്ങൾക്ക് കറിയൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ മക്കളുടെ സ്കൂളിലുണ്ടോ പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ടോ? ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ വിദ്യാലയത്തും ഉണ്ടാക്കുന്ന പച്ചക്കറിത്തോട്ടത്തിന് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക? വെജിറ്റബിൾ ഗാർഡൻ അറ്റ് ഹോം ആൻഡ് ഇൻ സ്കൂൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് മിസ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേഗം പോയിട്ടൊരു തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, അവിടെ കുറച്ച് ഘട്ടങ്ങളൊക്കെ ഉണ്ട് അല്ലേ, കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ റെഡിയാക്കി കഴിഞ്ഞാലാണ്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കഴിഞ്ഞാലാണ് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു പച്ചക്കറി തോട്ടവും അതുകൂടാതെ തന്നെ അതിൽ നിന്ന് ഒത്തിരി പച്ചക്കറിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈങ് എ പ്ലോട്ട് അല്ലേ. പച്ചക്കറി തോട്ടം ഉണ്ടാക്കണമെങ്കിൽ തോട്ടം ഉണ്ടാക്കാനുള്ള സ്ഥലം നമ്മൾ നോക്കണം. എവിടെയാണ് സ്ഥലം? ആ സ്ഥലത്ത് മാത്രമാണ് നമുക്ക് തോട്ടം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക. തോന്നിയ സ്ഥലത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, മണ്ണൊക്കെ നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണ് വേണം അല്ലേ. നല്ല ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണിൽ മാത്രമാണ് നന്നായിട്ട് പച്ചക്കറിയൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നല്ലൊരു രസമുള്ള അല്ലെങ്കിൽ പച്ചക്കറികൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തണം. സോ ഐഡൻറ്റിഫൈയിങ് എ പ്ലോട്ട്. ഇനി നോക്കിക്കേ, കളക്ടിങ് സീഡ്സ്. പച്ചക്കറി ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വിത്ത് വേണം അല്ലേ. അപ്പോൾ ചില സ്കൂളിലൊക്കെ വിത്തൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും, പച്ചക്കറി വിത്തൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിത്തൊക്കെ നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ സ്ഥലമൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യേണ്ടത്? ചീരയുണ്ട്, തക്കാളിയുണ്ട്, അതുപോലെ മുളകുണ്ട്, ഇനി വേറെ കുറേ പച്ചക്കറികളുണ്ട് അല്ലേ. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് വേണം? വിത്ത് വേണം. സോ കളക്ടിങ് സീഡ്സ് ആണ് വരുന്നത്. ഇനിയോ ഫൈൻഡിങ് ദ റിക്വയർഡ് ടൂൾസ് അല്ലേ. കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ആയുധങ്ങൾ വേണം. ഈ ഒരു ആയുധങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ഉപകരണങ്ങൾ വെച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുക. ഇപ്പം കൈക്കോട്ടുണ്ട് അല്ലേ, കലപ്പ ഉപയോഗിക്കാം, അതുപോലെ തന്നെ മൺവെട്ടി ഉപയോഗിക്കാം. മൺവെട്ടി എന്ന് പറയുമ്പോൾ മണ്ണൊക്കെ ശേഖരിച്ച് വെക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വേണം, കത്തി വേണം, ഇങ്ങനെ കുറച്ച് ഉപകരണങ്ങൾ വേണം അല്ലേ കൃഷി ചെയ്യാൻ. സോ ഫൈൻഡിങ് ദ റിക്വയർഡ് ടൂൾസ്, ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. പ്രിപ്പയറിങ് വാട്ടർ ഫെസിലിറ്റി അല്ലെ. ഒരു കൃഷി ചെയ്യണമെങ്കിൽ അവിടെ വെള്ളം വേണം. വെള്ളം കിട്ടുന്ന സ്ഥലത്തേ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ചെടികൾ വളരണമെങ്കിൽ അവർക്ക് എന്ത് വേണം? വയറ് നിറയെ വെള്ളം കുടിക്കണം അല്ലേ. അപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കണം. അസൈനിങ് റെസ്പോൺസിബിലിറ്റി ടു ഈച്ച് പേഴ്സൺ. ഇപ്പോൾ സ്കൂളിൽ ഒരു ഗാർഡൻ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരാൾ ശ്രമിച്ചുണ്ടാക്കാൻ പറ്റുമോ വലിയൊരു ഗാർഡൻ? പറ്റുമോ? ഇല്ല. വേണമെങ്കിൽ ഒരു കുഞ്ഞു ചെടി നമുക്ക് നോക്കാം അല്ലേ. പക്ഷെയോ ആ വലിയ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒത്തിരി ചെടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം നോക്കി നടത്താൻ ഒരാൾക്ക് മാത്രം പറ്റില്ല. അപ്പോൾ നമ്മുടെ സ്കൂളിൽ കുറേ നിങ്ങളെപ്പോലെ തന്നെ കുറേ കുഞ്ഞു മക്കളുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓരോരോ ചുമതലകൾ കൊടുക്കാം. അപ്പോൾ ഇന്നയാൾ ഇന്ന് വന്ന് വെള്ളം കൊടുക്കണം ചെടിക്ക്, ഇന്നയാൾ വളം ഇട്ട് കൊടുക്കണം, ചെടിയിലുള്ള കായ്കൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പച്ചക്കറികൾ വൃത്തിയായിട്ട് പറിച്ചു വെക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഒരു വിദ്യാലയത്തിൽ നമ്മൾ പച്ചക്കറിത്തോട്ടം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്ഥലം കണ്ടെത്തൽ, വിത്തുകൾ സംഘടിപ്പിക്കൽ, ആവശ്യമുള്ള ഉപകരണങ്ങൾ സംഘടിപ്പിക്കൽ, ജലസൗകര്യം ഒരുക്കൽ, ഓരോരുത്തർക്കും ചുമതലകൾ നൽകൽ. അപ്പോൾ നോക്കിക്കേ, എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം നമ്മുടെ വിദ്യാലയത്തിൽ എവിടെയാണ് ഉത്തമമായിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഉള്ളത് എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? വിത്ത് അല്ലേ, വിത്ത് ശേഖരിച്ച് വെക്കണം. അങ്ങനെ വിത്തൊക്കെ നമ്മൾ മണ്ണൊക്കെ റെഡിയാക്കിയതിന് ശേഷം വിത്തൊക്കെ നമ്മൾ വെക്കുന്നു അല്ലേ. കുറേ വിത്തുകളുണ്ട്. ചീരയുടെ വിത്താവാം, പയറിൻ്റെ വിത്താവാം, അതുപോലെ തക്കാളി, പച്ചമുളക്, ഇതിൻ്റെയൊക്കെ വിത്തുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിത്തുകളൊക്കെ നമ്മൾ നടണം. എന്നിട്ടോ ഇനി നമുക്ക് വേണ്ടത് കൃഷി ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപകരണങ്ങൾ വേണം അല്ലേ. കൃഷിക്ക് വേണ്ടിയിട്ട് ചില ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി. കൈക്കോട്ട് ഉണ്ടായിരിക്കും, സിസേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഗ്ലൗസ് ഉണ്ടായിരിക്കും, കൈയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഉണ്ടായിരിക്കും, പിന്നെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടായിരിക്കും.
വളം അല്ലേ, വീട്ടിലുണ്ടാവുന്ന കുറേ നല്ല നല്ല വളങ്ങളുണ്ട്, അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി കുട്ടപ്പനായിട്ട് വളരും. പിന്നെ എന്താണ്, ആ ചെടിക്ക് വളരണമെങ്കിൽ വാട്ടർ ഫെസിലിറ്റി വേണം, ജലലഭ്യത വേണം അല്ലേ. അപ്പോൾ ചെടിക്ക് വയറ് നിറയെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം നമ്മൾ കൊടുക്കണം. ആവശ്യത്തിൽ അമിതമായിട്ട് കൊടുക്കരുത്, അമിതമായാൽ അമൃതം വിഷമാണ് അല്ലേ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ എന്നും കൊടുക്കണം ചെടിക്ക്, എന്നാലാണ് ചെടി ഉഷാറായിട്ട് വളരുക. വെള്ളം കൊടുത്തില്ലെങ്കിൽ അവൻ വാടിപ്പോവും അല്ലേ, പിന്നെ നന്നായിട്ട് വളരുമോ ഇല്ല. അപ്പോൾ ചെടിക്ക് വെള്ളം കൊടുക്കണം. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മണ്ണൊക്കെ കുഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ JCBയും കാര്യങ്ങളും ട്രാക്ടറൊക്കെ മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി വലിയ കൃഷിയൊക്കെ ആണെങ്കിൽ, നെല്ല് പോലെയുള്ള വലിയ കൃഷിയാണെങ്കിൽ അവിടെ കൊയ്ത്ത് വരുന്നുണ്ട്, കറ്റ മെതിക്കൽ വരുന്നുണ്ട്, അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ ഇവിടെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ പച്ചക്കറികൾ ഉണ്ടാവും. ആ പച്ചക്കറികളൊക്കെ നമ്മൾ പറിച്ച് നമ്മുടെ സ്കൂളിൽ ഒരു ദിവസം എല്ലാവർക്കും ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ വിഷവസ്തുക്കളൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ വെച്ച് ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പാറോ എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും അല്ലേ. പക്ഷെ ഇന്നാണെങ്കിലോ, ഇന്ന് പുറമേ നിന്ന് പച്ചക്കറികളൊക്കെ നമ്മുടെ നാട്ടിലോട്ട് വരികയാണ്. അതിലെന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? കുറേ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടായിരിക്കും, കീടനാശിനികൾ ഉണ്ടായിരിക്കും, പുഴുക്കൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. സോ നല്ല വൃത്തിയുള്ളതും അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള പച്ചക്കറികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുക അല്ലേ. നമ്മളെ കൊണ്ട് പറ്റുന്ന കുഞ്ഞു സ്ഥലമായി കഴിഞ്ഞാലും ആ ഒരു കുഞ്ഞു സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കൃഷികളുണ്ട്. അപ്പോൾ ഒത്തിരി കൃഷികളൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പച്ചമുളക് ആയിക്കോട്ടെ, തക്കാളി ആയിക്കോട്ടെ, ചീരയൊക്കെ വെച്ച് കറി ഉണ്ടാക്കിയാലുണ്ടല്ലോ എന്ത് ടേസ്റ്റായിരിക്കും. അത് നമ്മുടെ ശരീരത്തിന് നല്ലതായിരിക്കും. അപ്പം മിസ്സിൻ്റെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മിസ്സിൻ്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് പച്ചക്കറിത്തോട്ടമുണ്ട്. ഈ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് കിട്ടുന്ന ചീരയും മുളകും പയറും ചില സമയത്ത് തക്കാളിയൊക്കെ കിട്ടും. ഓക്കെ, നല്ല നല്ല രസത്തിലുള്ള തക്കാളിയൊക്കെ കിട്ടും. ഇതൊക്കെ വെച്ച് അമ്മ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ എന്തൊരു രസമായിരിക്കും അത്. അപ്പം അതേപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, കുഞ്ഞ് സ്ഥലമായി കഴിഞ്ഞാലും സ്വന്തമായിട്ട് വീട്ടിൽ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടാക്കുക കേട്ടോ. അതുപോലെ തന്നെ സ്കൂളിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലേ. നല്ല ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം. തോന്നിയ പോലെ കടയിൽ നിന്ന് കിട്ടുന്ന ഫുഡ് അങ്ങനെ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ അസുഖം ഉണ്ടായിരിക്കും. സോ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും ഹെൽത്തി ഫുഡ് കഴിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ മക്കൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേഗം ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.